നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ, മോനിപ്പോ എവിടെയാ? ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല. അവസരത്തിനൊത്ത് മറുകണ്ഠം ചാടുന്നവനാ. ചിലപ്പോ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ സഹായിക്കുമായിരിക്കും. ആ, ഞാൻ സേഫാ. താൻ കാര്യം പറ. ഓ, എന്നെ വിശ്വാസമില്ല അല്ലേ? ഏയ്, അങ്ങനെയല്ല. സാരമില്ല, നല്ലതാ. ഇക്കാര്യത്തില് ആരെയും വിശ്വസിക്കരുത്. പക്ഷേ സഞ്ജു ഇപ്പൊ റിവർസൈഡ് റിസോർട്ടിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങളെങ്ങനെ കണ്ടുപിടിച്ചു? പോലീസിന് ഇതൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും മോനെ. ഞങ്ങൾ സഞ്ജുവിനെ അങ്ങോട്ട് വന്ന് അറസ്റ്റ് ചെയ്യാൻ പോവുകയായിരുന്നു. പേടിക്കണ്ട, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സഞ്ജു നേരെ വീട്ടിലേക്ക് പോക്കോളൂ. അതെന്താ, പോലീസ് കേസന്വേഷണം നിർത്തിയോ? നിർത്തി. യഥാർത്ഥ പ്രതിയെ കിട്ടിയാ പിന്നെ അന്വേഷണം നടത്തേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥ പ്രതിയോ? ആര്? ഗിരി. ഗിരിയോ? ആ, അവനാണ് ആ ട്രക്ക് ഗോഡൌണിൽ എത്തിക്കാൻ ഡ്രൈവറോട് പറഞ്ഞത്. കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാലും അവനെ രക്ഷിക്കാൻ പറ്റില്ല. അടിപൊളി. ഗിരി ഗോപാൽജിക്ക് വേണ്ടി എന്തും ചെയ്യുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി. വെറുതെ അല്ല ഡാഡിക്ക് അവന് ഇത്രയും വിശ്വാസം. സ്വന്തം കാര്യത്തെപ്പറ്റി ഒന്നും ചിന്തിക്കുപോലും ചെയ്യാതെ ഇങ്ങനെ ചെയ്യുന്ന തൊഴിലാളി എവിടെ കിട്ടും? ഒരു നായ്ക്ക് പോലും ഇത്രയും കൂറുണ്ടാവില്ല. എന്തായാലും ദൈവമായിട്ട് അവനെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. എനിക്ക് പറ്റിയ ഒരു അബദ്ധം കാരണം ഇത്രയും നല്ലൊരു കാര്യം നടക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും. ഇനി ഗിരി ജയിലിൽ കിടന്ന് നരയിക്കട്ടെ. ഇതിനേക്കാൾ നല്ലൊരു പ്രതികാരം എനിക്ക് അവനോട് ചെയ്യാനില്ല. നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹം അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ് എന്റെ വിഷമം. അപ്പൊ ശരി മോനെ. എനിക്കതൊന്നും അറിയണ്ട വക്കീലെ. എങ്ങനെയെങ്കിലും മുൻകൂർ ജാമ്യം എടുത്തേ പറ്റൂ. സഞ്ജു ആൾക്കാരും പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് നടക്കുന്നേ ഉള്ളൂ. പോലീസ് എപ്പ വേണമെങ്കിലും അവരെ കണ്ടുപിടിക്കാം. കാശ് എത്ര ചെലവായാലും കുഴപ്പമില്ല. ഇത് ഗോപാലേട്ടന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. സഞ്ജു ഒരു ദിവസം പോലും ജയിലിൽ കിടക്കരുത്. ശരി. എന്തൊരു സ്നേഹം! നീ എന്ത് പണിയടേ കാണിക്കുന്നേ? വക്കീല് മുൻകൂർ ജാമ്യം എടുക്കുന്നത് വരെ പുറത്തിറങ്ങരുത് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ? വന്നേ. പോലീസുകാർ ഈ വീടിന് ചുറ്റും നോട്ട് വിട്ട് ഇരിപ്പുണ്ടാവും. അവരെപ്പോഴാണാവോ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ചാച്ചു വെറുതെ ടെൻഷൻ അടിക്കാതെ നിൽക്കേ. നീ മിണ്ടാതിരിക്ക ചെക്ക. കുറ്റവാളിയെ പാർപ്പിച്ചതിന് എന്നെ അറസ്റ്റ് ചെയ്യാവോ? പിന്നെ എനിക്ക് ജന്മത്ത് അമേരിക്ക പോവാൻ പറ്റില്ല. അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേസ് പോലീസ് ക്ലോസ് ചെയ്തു. അതെങ്ങനെ? യഥാർത്ഥ കുറ്റവാളിയെ പോലീസിന് കിട്ടി. യഥാർത്ഥ കുറ്റവാളി നീയല്ലേ? ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ ഒരാൾ കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട്. അതാരാ? ഗിരി. ആ ഫ്രാൻസിസ് എന്നോട് കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇതുപോലെ തന്നെ ഞെട്ടി. നിന്നെ രക്ഷപ്പെടുത്താൻ വേറെ വഴിയില്ലെന്ന് കണ്ടപ്പോ അവന് തോന്നിയ ബുദ്ധിയായിരിക്കും. ദോഷം പറയരുതല്ലോ. നായകൾക്ക് പോലും അവന്റെ അത്രയും നന്ദി ഉണ്ടാവില്ല. എന്തായാലും ആ നായ്ക്ക് പറ്റിയ കൂട്ടിൽ തന്നെ അവൻ കയറിയിട്ടുള്ളത്. ഗോപാലേട്ടൻ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാം. കുറെ കാലം കൂടെ കൊണ്ടു കിടന്ന് അവന്മാരെ സ്വന്തം കുടുംബത്തെ പോലെ സ്നേഹിക്കും. ആ സ്നേഹത്തിൽ വീണു പോകുന്നവർ ചാകുന്നിടം വരെ ചേട്ടനോട് കൂറുള്ളവരായിരിക്കും. അവര് കാണിക്കുന്ന വിശ്വാസമാണ് ഏട്ടന്റെ ബലം. ശങ്കരനും ഇതുപോലെ ഒരുത്തനായിരുന്നു. ശങ്കരനെ പോലെ തന്നെയാണ് അവന്റെ മകനും. ഡാഡിയെ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചോളൂ. വൈകാതെ അച്ഛന്റെ അതേ ഗതിയായിരിക്കും മോന് സംഭവിക്കുക. ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ മഞ്ജുവിന്റെ അവസ്ഥ എന്തായിരിക്കുന്ന.
സ്വന്തം ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കേണ്ട ഗതികേടാണ് അവക്ക് വന്നിരിക്കുന്നത്. അല്ലെങ്കിലേ ആ വീട്ടുകാർക്ക് അവളെ കണ്ണെടുത്തെ കണ്ടൂടാ. ഇതും കൂടി ആവുമ്പോ അവളെ ഭാനുമതി അമ്മ പടിയടച്ച് പിണ്ടം വെക്കും. അവള് പണ്ടേ ഭാഗ്യം കെട്ടവളാ. എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന് അവസാനം ഗിരിയെ കെട്ടേണ്ടി വന്നു. അതുപോലെ എന്നെ അറസ്റ്റ് ചെയ്യുന്ന സ്വപ്നം കണ്ട് അവിടെയും ഗിരിയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. നീ ചേട്ടനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ചോ? ഓ ഇല്ല, ഡാഡിയെ വിളിച്ചു കഴിഞ്ഞാൽ ഗിരിയുടെ കഴിവിനെ കുറിച്ച് കേൾക്കേണ്ടി വരും. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ എന്തായാലും ഒന്ന് വിളിക്കട്ടെ. ഭാനുമേ, ആ ദേ ഗൗരിയമ്മയാണല്ലോ. ഭാനുമ്മ അന്ന് ഓണത്തിന്റെ അന്ന് ചീത്ത പറഞ്ഞേ ക്ഷമ ചോദിക്കാൻ വിളിക്കുന്നതായിരിക്കും. ഗൗരി അങ്ങനെയൊന്നും ആരോടും മാപ്പ് ചോദിക്കില്ല. ഇത് വേറെന്തോ പ്രശ്നമാണ്. ആ ഗൗരി, ഭാനു, ഭാനു നീ എവിടെയാ? വീട്ടിലാ. എന്താ ഗൗരി? അതെ, കുറച്ചു മുമ്പ് മുകുന്ദന് ഗിരിയുടെ ഒരു ഫോൺ കോൾ വന്നായിരുന്നു. കൂടുതലൊന്നും അവൻ പറഞ്ഞില്ല. അവൻ സ്റ്റേഷനിലാണെന്നും ജാമ്യം എടുക്കണമെന്നും മാത്രമേ പറഞ്ഞുള്ളൂ. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തോ? എന്ത് തെറ്റ് ചെയ്തിട്ടാ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്തത്? മുകുന്ദൻ പറഞ്ഞത് മയക്കുമരുന്ന് കടത്തിയനാ കേസ് എടുത്തതെന്ന്. പോലീസുകാർക്ക് എന്റെ മകനെ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അവനെ നാണം കെടുത്തും കൂടി ചെയ്യണോ? അതല്ലേ ഇങ്ങനെ ഒരു കള്ളക്കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്? ഗിരി മയക്കുമരുന്ന് കടത്തുവെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കെന്നല്ല, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഗിരി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. ഇത് പോലീസുകാർക്ക് എന്തോ തെറ്റുപറ്റിയതാ. ഗിരിയെ അവര് വെറുതെ വിടും. നിനക്ക് ഓർമ്മയില്ലേ ഗൗരി, ഇതുപോലെ തന്നെയാണ് എന്റെ ശങ്കരേട്ടനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യദുരന്തത്തിന് കാരണക്കാരനാണെന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തി അദ്ദേഹത്തെ മാധവനടക്കമുള്ള പോലീസുകാരെ കുറ്റവാളിയാക്കി. കൊടുത്തത് കള്ളക്കേസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ട് എന്തായി? അവരെന്റെ ശങ്കരേട്ടനെ കൊന്ന പോലെ എന്റെ മോനെയും കൊല്ലും. വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട ഭാനു. പോലീസ് ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഗിരിയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അവനെ അവര് സഹായിക്കും. കാക്കിയിട്ട ഒരാളെ എനിക്ക് വിശ്വാസമില്ല. ഗിരിക്കൊന്നും സംഭവിക്കില്ല ഭാനു. ഒന്നുമില്ലേലും മഞ്ജു അവിടെ ഇല്ലേ? അവളെയാണ് എനിക്ക് ഏറ്റവും പേടി. ഗിരിയെ കള്ളക്കേസിൽ കുടുക്കി പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് അവളായിരിക്കും. ഛെ, എന്റെ പൊന്നു ഭാനു, മഞ്ജു സ്വന്തം ഭർത്താവിനെ അങ്ങനെയൊക്കെ ചെയ്യുവോ? അവൾ അതും അതിനപ്പുറവും ചെയ്യും. അവളുള്ള സ്റ്റേഷനിൽ എന്റെ മകൻ സുരക്ഷിതനല്ല. എനിക്ക് എന്റെ മോനെ രക്ഷിച്ചേ പറ്റൂ. എനിക്കിപ്പൊ തന്നെ ഗിരിയെ കാണണം. നീ വെറുതെ ധൃതി പിടിച്ച് അങ്ങോട്ട് പോകാൻ നിക്കണ്ട. സ്റ്റേഷനിൽ ചെന്ന് ബഹളം വെച്ചാലേ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. മുകുന്ദൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവൻ ജാമ്യമെടുത്ത് ഗിരിയെ വീട്ടിലെത്തിച്ചോളും. പോലീസുകാര് ഗിരിയെ ഒന്നും ചെയ്യില്ല. നീ വെറുതെ ടെൻഷൻ അടിച്ച് പ്രഷർ കയറ്റാൻ നിക്കല്ലേ. എനിക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാലേ ഞാൻ വിളിച്ചറിയിച്ചോളാം. വെക്കട്ടെ എന്നാ. ഭാനുമ്മ പറഞ്ഞത് തന്നെയാണ് ശരി. ഗിരിയെ മഞ്ജു തന്നെയായിരിക്കും ഈ കേസിൽ കൊടുക്കിയത്. മയക്കുമരുന്ന് കേസല്ലേ, ഒരു ചെറിയ പൊതി എവിടെയെങ്കിലും അങ്ങ് ഒളിപ്പിച്ചു വെച്ചാ പോരെ? ഗിരിയുടെ ബൈക്കിലോ പാന്റിന്റെ പോക്കറ്റിലോ മറ്റും. രണ്ടുപേരും ഒരേ മുറിയിലായതുകൊണ്ട് എല്ലായിടത്തും അവളുടെ കയ്യെത്തുമല്ലോ. ദേ, അവള് തന്നെ മയക്കുമരുന്ന് വെച്ച് പോലീസിനെ വിളിച്ചു വരുത്തി ഗിരിയെ അറസ്റ്റ് ചെയ്തായിരിക്കും. എന്റെ മോൻ അവളെ എന്തുമാത്രം വിശ്വസിച്ചു. എന്നിട്ടും അവൾ അവനെ ചതിച്ചു. അവളുടെ ഞരമ്പിലൂടെ ഓടുന്നതേ ഒരു പോലീസുകാരന്റെ ചോരയല്ലേ. അവൾ അതിന്റെ കോണം കാണിക്കാതിരിക്കോ? അവൾ ഈ വീട്ടിൽ കയറി കൂടിയത് തന്നെ പ്രതികാരം ചെയ്യാനായിരിക്കും. ഇപ്പൊ നല്ലൊരു അവസരം കിട്ടിയപ്പോൾ അവൾ അത് ഉപയോഗിച്ചെന്ന് മാത്രം. അങ്ങനെ എന്റെ മോനെ ചതിച്ചിട്ട് അവള് സുഖമായിട്ട് ജീവിക്കുമെന്ന് കരുതണ്ട. എന്റെ മോൻ കേസിൽ പെട്ടാൽ
അവളെ വെട്ടിക്കൊന്നിട്ട് ഞാൻ ജയിലിലേക്ക് പോകും. ഗിരിയൻ ആരെ തോൽപ്പിക്കാൻ ഇതൊക്കെ ചെയ്യുന്നത്? ഈ കുറ്റേറ്റ് നശിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതം. എന്നാലും വേണ്ടില്ല, ഗോപാൽജി ഒരിക്കലും തോക്കരുത്. മയക്കുമരുന്ന് കടത്തുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ഗിരിയൻ നീ സംസാരിക്കുന്നത്. അതൊക്കെ നീ നിന്റെ പോലീസുകാരും കൂടി കെട്ടിച്ചമച്ച കേസാണെന്നൊക്കെ എനിക്കറിയാം. ഗിരിയൻ ഇപ്പോഴും എന്നെക്കാളും വിശ്വാസം ആ സഞ്ജയാണ്.